പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. അവൻ വിസ്മയനീയമായ ഉപദേശത്തിന്റെ ദൂതൻ എന്ന പേരിൽ വിളിക്കപ്പെടും. പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിവിശുദ്ധായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ജനകോടികൾ ലോകം മുഴുവൻ ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. ആഴ്ചകളായി ദിവസങ്ങളായി നാം ഈ വലിയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയായി. ബാഹ്യമായി ഒത്തിരി ഒരുക്കങ്ങൾ നമ്മൾ നടത്തി കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനെ വരവേൽക്കുവാൻ. ഇന്ന് കർത്താവിൻ്റെ തിരുനാൾ, ജനനത്തിരുനാൾ ആഘോഷിക്കപ്പെടും. സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട പുൽക്കൂടായി മാറുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ദിവ്യബലിക്കായി നമ്മെ ഒരുക്കാം. നമ്മുടെ പാപങ്ങളെയും അപൂർണതകളെയും കുറവുകളെയും കുറിച്ച് മനസ്തരിച്ച് കർത്താവിൻ്റെ കാരുണ്യവും ക്ഷമയും യാചിക്കുക. സർവശക്തനായ ദൈവം പോലും സഹോദരങ്ങളെ
Oh
പ്രാർത്ഥിക്കാം. മനുഷ്യപ്രകൃതിയുടെ മഹത്വം അത്ഭുതകരമായി രൂപപ്പെടുത്തുകയും അതിനേക്കാൾ അത്ഭുതകരമായി സമർപ്പിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ പാപമാകാൻ തിരുമനസ്സായ അവിടുത്തെ ദൈവികതയിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ്, അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഭൂമിയുടെ അതിർത്തിയുള്ളവരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വന്നു, ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടുകൂടെ, സമ്മാനം അവിടുത്തെ മുമ്പിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ അപരിക്ത നഗരം എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപനം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. കർത്താവ് വാഴുന്ന ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപനം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നീതിമാന്റെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ പ്രഭാപനം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപനം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജനനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനകാലത്തെ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശങ്ങളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവിന്റെ വചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവത്തിന് മരിച്ചവർക്ക് സമാധാനം. കഥാനയോടുകൂടെ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 2, 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ.
ആട്ടിടയന്മാർ മറിയത്തെയും യൗസേപ്പിനെയും ശിശുവിനെയും കണ്ടു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇടയന്മാർ തിരിച്ചുപോയി. കർത്താവിന്റെ സുവിശേഷം. ഈ സുദിനത്തിൻ്റെ ക്രിസ്മസ് ദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. വളരെ നേരത്തെ തന്നെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഡെക്കറേഷനും സീരിയൽ സെറ്റും നക്ഷത്രങ്ങളും നമ്മൾ ഇവിടെ വഴിയിലൂടെ നടന്നുപോയ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന വീടുകളാണ്. പല വീടുകളിൽ 10, 30, 20 നക്ഷത്രങ്ങൾ വരെ നേടി നാടും വീടുമൊക്കെ ഒരുങ്ങി നേരത്തെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളും അതുപോലെ തന്നെ സീരിയൽ സെറ്റുകളും മറ്റു ഡെക്കറേഷനും നമുക്ക് കാണാം. പ്രകാശത്തിന്റെ തിരുനാളാണ് ക്രിസ്മസ്. ഈ പ്രകാശം പ്രകാശത്തിലേക്ക് വന്നു. നമ്മുടെ മനസ്സിൽ ഈ പ്രകാശം, ഹൃദയത്തിൽ ഈ പ്രകാശം വിതറാൻ ഉദിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ അവസരം നൽകണം. ദൈവം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ കഥയാണ് ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനാണ്. കേട്ടുകേൾപ്പോലുമില്ലാത്ത ഒരു കാര്യം ലോകത്തിലെ 2 വലിയ മതങ്ങൾ, യഹൂദ മതവും ഇസ്ലാം മതവും, ഇന്നും അംഗീകരിക്കുവാൻ മടിക്കുന്ന കാര്യം. പക്ഷേ സത്യമതാണ്, മനുഷ്യനോട് ഒത്തുവസിക്കാനാണ് എന്നും ദൈവത്തിൻ്റെ ആഗ്രഹം. അത് പൂവണിയ ദിനമാണ് ക്രിസ്മസ്. ഉണ്ണിയേശു പുൽക്കൂട്ടിൽ ജനിച്ചപ്പോൾ ദൈവദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ, ലഭിച്ചവർക്ക് സമാധാനം. നാം പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ക്രിസ്തു 1000 പ്രാവശ്യം പുൽക്കൂടിൽ പിറന്നാലും ഒരു പ്രാവശ്യമെങ്കിലും മനുഷ്യ ഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥമില്ല. യേശു എവിടെ ജനിക്കുന്നുവോ അവിടെ ഭയമില്ല, സമാധാനമുണ്ട്, അന്ധകാരമില്ല, പ്രകാശമുണ്ട്, വിദ്വേഷമില്ല, സ്നേഹമുണ്ട്. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഒരു വലിയ പ്രകാശം വധിച്ച ദിനമാണ് ഇന്ന്. ദാരിദ്ര്യവും രോഗവും അവഗണനയും മൂലം അന്ധകാരം അനുഭവിക്കുന്ന അനേകർ നമ്മുടെ വീടുകളിലും ചുറ്റുപട്ടങ്ങളിലുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു മെഴുകുതിരി കത്തിക്കാനാകുമെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥം ഉണ്ട്. പുൽക്കൂടിന് ചാരാകുന്ന ജീവിതത്തിൽ പുതിയ മനോഭാവത്തോടെ, പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ യേശു നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഇനിമേൽ നാം അന്യരല്ല, ഒറ്റപ്പെട്ടവരല്ല. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ.
ദൈവം നമ്മോട് വസിക്കുന്നു, നമ്മോടൊത്ത് വേദനിക്കാൻ, നമ്മോടൊത്ത് സന്തോഷിക്കാൻ, നമ്മുടെ ചിന്തകൾക്ക് ദിശാബോധം പകരുവാൻ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണം പകരാൻ, നമ്മുടെ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരാൻ ദൈവം ഇന്നും നമ്മോടുകൂടെയുണ്ട്. മാനവൻ നമുക്കായി ഒരു രക്ഷകൻ നമ്മൾ ഒരുവരായി നമ്മോടുകൂടെയുണ്ട്. ഒരു ട്രെയിൻ യാത്രയിലെ ഒരു രംഗം, 4 പേർ ഇരിക്കാവുന്ന സീറ്റില് 4 പേർ ഇരിക്കുന്നുണ്ട്. അന്യസംസ്ഥാനക്കാരനായ ഒരു അതിഥിത്തൊഴിലാളി കയറി ഇരുന്നവർ ഒന്നുകൂടി വിശാലമായിരുന്നു. നവാഗതനെ തിരസ്കരിക്കുന്ന സൂചനയാണ്, അനുഭവമാണ്. പിന്നാലെ വന്നത് ഒരു യുവതിയാണ്. സീറ്റിനായി അവളും പരതുകയാണ്, സീറ്റ് അന്വേഷിക്കുകയാണ്. യാത്രയിൽ 4 പേരും ഒരുപോലെ ഒതുങ്ങി അവർക്ക് വിശാലമായി ഇരിക്കാൻ സീറ്റ് റെഡി. സ്നേഹത്തിലെ ഇടമില്ലാതിരുന്നത് സീറ്റിലല്ല, മനസ്സിലാണ്. രക്ഷകൻ പിറക്കാൻ ഇടമില്ലാതിരുന്നത് ജെറൂസലേം നഗരത്തിലല്ല, നഗരവാസികളുടെ ഹൃദയങ്ങളിലാണ്. ഹൃദയത്തിലിടം നൽകാത്തവരുടെ എത്രയോ ജന്മങ്ങൾ അനാഥമാകുന്നു. ക്രിസ്മസിന്റെ 1000 പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും പ്രവർത്തന മേഖലകളെയും പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിയേശു അനുഗ്രഹിക്കട്ടെ. അവരുടെ സമാധാനവും സ്നേഹവും നമ്മെ നിറയ്ക്കട്ടെ. നമുക്കെല്ലാവരും ഒത്തുപിടിച്ച് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് പീഡത്തിൽ സംരക്ഷിച്ച് മനുഷ്യ വിശ്വനുസരിച്ച് 3-ാം ദിവസം സത്യത്തിലേക്ക് അനുഭവം ചെയ്യുകയും പിതാവിനവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലേക്ക് വിശ്വസിക്കുക, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ രാജ്യത്തിന്റെ അവസാനം ഉണ്ടാവുകയാണ്. കർത്താവ് ചെയ്യുന്നതാകുമ്പോൾ പിതാവിനോട് പുറപ്പെടുന്നവരും മഹത്വമുള്ളതോ ആഴാതെ സ്വീകരിക്കുന്നവരും പരിശുദ്ധമായി വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സഹോദരനും അപ്പോസ്തലനായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെയും പരാജയം ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഇന്ന് നമ്മുടെ സൽപ്രവൃത്തികളിലെല്ലാം അറച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനകൾ സമർപ്പിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി അമലോത്ഭവ കന്യക വചനത്താൽ രക്തം ധരിച്ചതും അവർണ്ണനീയമാവിധം ജന്മം നൽകിയതുമായ ക്രിസ്തുവിനെ വിശ്വാസസ്ഥിരതയോടെ സഭ കാത്തിരിക്കാനും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐക്യദാനങ്ങൾ നിത്യതയിലേക്കുള്ള സമാധാനമായി പരിണമിക്കാനായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിശപ്പും രോഗവും ഏകാന്തതയും മൂലം ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ
മനുഷ്യാവതാര രഹസ്യം വഴി അവർക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നുപോലെ ആശ്വാസം ലഭിക്കാനായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിൽ പോലും അവിടുത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ പരിശീലിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവരെ സംഭവിക്കാൻ അഭിയായ കനികാമണിയും അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരുടെ കർത്താവേ, ആരാധനയുടെ പൂർണ്ണിമനങ്ങൾക്കായി സമാരംഭിച്ചത് ഞങ്ങളുടെ അനുദിനത്തിന്റെ പരിപൂർണ സംപ്രീതിക്ക് കാരണഭൂതമായതുമായ ഈ മഹോത്സവ ദിനത്തിന്റെ കാഴ്ചദ്രവ്യം അങ്ങേക്ക് സ്വീകാര്യമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ
അർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവീയ പ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാവരോടുമൊത്ത് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവ്വശക്തിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മനുഷ്യരുടെ കാണിക്കകൾ പവിത്രമാക്കുന്നതിന് അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമരസാലകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് ഹൃദയത്തിന് പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം അപകടം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അണയ്ക്കപ്പെടുന്നത് പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. മരണം വരിച്ചു മൃത്യുവിനെ ജയിച്ചു ഉദ്ധാരശീലി ഞങ്ങൾക്കു ജീവനേ മഹിമപ്രതാപമോദേ
ഉയർന്നുകൊണ്ട് അങ്ങേക്ക് മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാകുന്നത് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷകരമായ മാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവുമായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ കോളാകരമെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണപ്പെടുന്ന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന് ദൈവമാതാവായ പരിശുദ്ധ ആ കനികയുടെ കർത്താവായ ഭാഗ്യപ്പെട്ട അവസ്ഥയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിഷ്ഠായുടെ പാതാളത്തിൽ സമർപ്പിച്ചുകൊണ്ട് മക്കൾ കണ്ട പ്രത്യാശവും സ്നേഹത്തോടുകൂടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കുക. സഭയ്ക്കും ഞങ്ങളുടെ ലോകത്തിനും അങ്ങയുടെ സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവിന്റെ സമാധാനത്തോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കുകയും
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടുന്ന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യകുഞ്ഞാടുന്ന സ്നേഹവിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നതാം അനുഗ്രഹീത്. Oh
ജീവ
യേശു തിരുനിലമേ യേശു തൃക്കരഞ്ജലമേ അറിയിപ്പുകൾ. അടുത്ത ഞായറാഴ്ച രാവിലെ 6:30-നും 8-നും കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് തിരുവലി ഉണ്ടായിരിക്കുന്നതല്ല. 4 മണിക്ക് കൊല്ലം ഹോളി ക്രോസ് പള്ളിയിൽ വെച്ച് പ്രത്യാശയുടെ ജൂബിലിയുടെ ആരംഭ തിരുവലി ഉണ്ടായിരിക്കുന്നതാണ്. 27-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കോണമ്പലം കുരിശിയിൽ ജപമാല, ദിവ്യബലി, നൊവേന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. സെന്റ് സെബാസ്റ്റ്യന്റെ തിരുനാളിന് ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നവർ പേര് നൽകണമെന്ന് അറിയിക്കുന്നു. 26-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ സെന്റ് സെബാസ്റ്റ്യൻ കുരിശിയിൽ ജപമാല പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. പള്ളിയിൽ നമ്മുടെ ഒരു പാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആൽഫ്രഡ് സാനൻ ആണ് കൊച്ചു സാർ. 2 ലക്ഷം രൂപയാണ്. പള്ളിയിൽ 8 സ്പീക്കർ വേണം. ഒരെണ്ണത്തിന് 34,000 രൂപയാണ്. ആരെങ്കിലും സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാര്യത്തിനെ അറിയിക്കുക. അടുത്ത മാസം ആദ്യ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് ജപമാല, ആരാധന, നൊവേന, ദിവ്യബലി എന്നിവ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നേർച്ചബലി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത മാസം കന്നി സ്പോൺസർ ചെയ്യുന്നത് യേശുദാസൻ, വൈകാരിക വാസമാണ്. എല്ലാ മാസാദ്യ വ്യാഴാഴ്ചയും ഉച്ച കുർബാന ഉണ്ടായിരിക്കും. വൈകിട്ട് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. കുർബാനയ്ക്ക് കന്നി സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അറിയിക്കുക. അടുത്ത ഞായറാഴ്ച 8 മണിക്കുള്ള കുർബാന കഴിഞ്ഞ് അൽത്താര സംഘത്തിന്റെ യോഗം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിവസം പൂജാതനായ രക്ഷകൻ ഞങ്ങൾക്ക് ദൈവിക വംശത്തിന്റെ ഉടയവനായിരിക്കുന്ന പോലെ അവിടുന്ന് മർത്യതയുടെ ദാതാവായിരിക്കുവാനും വരവിളയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരിക്കൽ കൂടി
കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിനും സ്നേഹത്തിനും പോകുമെന്ന് ഞാൻ സമാപിച്ചു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടാവേ. Thank you.
വിപ്ലവം.